ചെയ്തു. നമ്മൾ പ്രവേശിച്ചു കഴിഞ്ഞു. ഇനി ഇൻഷാ അല്ലാഹ് നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ നല്ല രീതിയിലാവുക. ദിക്റുകൾ പറയുക. നമ്മൾ ഏറ്റവും കൂടുതൽ പറയേണ്ട ദിക്ർ ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് എന്ന് പറയുന്ന ദിക്റാണ്. അപ്പൊ അൽഹംദുലില്ലാഹ് നമ്മൾ നേരെ ഹറമിലേക്ക് പോകുന്നു. താഴെ എല്ലാം അണ്ടർഗ്രൗണ്ടിൽ ഇന്നലെ പോയ സ്ഥലത്ത് പോകാൻ കഴിയുമെങ്കിൽ അവിടെ, അല്ലെങ്കിൽ ഇൻഷാ അല്ലാഹ് ചങ്ങാതി എവിടെയെങ്കിലും കൊണ്ട് അടുത്തിറക്കി വിടും നമ്മളെ. വിശദീകരിക്കണം നിങ്ങളെ പറയുമ്പോ അങ്ങനെ കൊട്ടാരോട് ഇല്ല എന്നുള്ളതാണ്. അവിടെ അങ്ങനെ ഒരു കൊട്ടാര ഇല്ല, വിരിയുന്ന കൊടയില്ല, മാർബിളില്ല, ടൈലില്ല, ലൈറ്റില്ല. ആ ചോർന്നൊലിക്കുന്ന പള്ളിയിൽ ഇരുന്നിട്ട് ലോകത്തിന്റെ നായകൻ 1400 നമുക്ക് നാളെ ഹുദൈബിയായി പോകും. ഇവിടെ നിന്ന് ഒരു മണിക്കൂർ യാത്ര ആണ്. മറ്റേതാണെങ്കിൽ 2-2.5 മണിക്കൂർ യാത്ര. വയനാട് ചുരം കയറുന്ന അവിടെ കയറി ഇന്നലെ 2 മണിക്കൂറിനടുത്ത് യാത്രയുണ്ട്. അപ്പം നാളെ ഹുദൈബിയായി പോയി കെട്ടാൻ കെട്ടി ഇന്ന് വന്നതുപോലെ താഴെ വന്നിറങ്ങി മുകളിൽ കയറി അൽഹംദുലില്ലാഹ് ഒരു 9:30 മുമ്പ് നമുക്ക് വരണം. അല്ലാഹു ഭാഗ്യം തരുന്നു. ഇന്ന് അടിപൊളി തവാഫല്ലായിരുന്നു. നാളെ ഇനി നാളെ ഉമ്മ എന്നൊക്കെ വിളിച്ചു. അപ്പം നാളെ വരണ്ടുണ്ട്. നിങ്ങളുടെ സ്നേഹം കൊണ്ട് നിങ്ങളെ വിളിച്ച് ഇന്ന് രാഹത്തായി ഒരുമിച്ച് നിന്നതുകൊണ്ട് ആരും നഷ്ടപ്പെട്ടു പോയില്ല. അപ്പോൾ അതുകൊണ്ട് നാളെ നമുക്ക് അപ്പോൾ രാവിലെ തന്നെ ഉപയോഗിക്കാൻ ആ സമയമാണ് ഏറ്റവും നല്ലത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, രാത്രി തന്നെ കുളിക്കാൻ പറ്റുന്നത് കുളിച്ച് രാവിലെ പെണ്ണുങ്ങളെ തന്നെ കുളിക്കാനിരിക്കുന്നത് ആ ഒരു ബാത്റൂമും ഓരോന്ന് കയറി അരമണിക്കൂർ ഇറങ്ങത്തില്ല. അപ്പോൾ ഇന്ന് രാത്രി തന്നെ എന്ത് ചെയ്യണം, തറാവീഹ് നമസ്കാരം എല്ലാം കഴിഞ്ഞ് ഇൻഷാ അല്ലാഹ് നമ്മൾ ഇന്ന് എവിടെ തറാവീഹ് നമസ്കരിക്കുന്നത്? ഇവിടെ തന്നെ. കാരണം എൻ്റെ നാട്ടിൽ നിന്ന് ഒരാൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ മറ്റേ പള്ളിയിൽ പോയി, 8ന്റെ പള്ളിയിൽ പോയി. അപ്പം ഞാനതിനിങ്ങനെ വിമർശിച്ചപ്പോൾ അയാൾ പറയുന്നുണ്ട്, ഇയാൾ മക്കത്ത് പോകുമ്പോൾ അവരോടെ പോകും, അപ്പോൾ കുഴപ്പമൊന്നുമില്ല, അവിടെ തന്നെ നമസ്കരിക്കുന്നത്. ഇവിടെ വന്നിട്ട് ഇപ്പോൾ വിമർശിക്കേണ്ട കാര്യമല്ല. അന്ന് മുതൽ ഞാൻ ആ പണിയെ നടത്തി. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഇന്ന് ഇശാ നിസ്കാരം കഴിഞ്ഞ ഉടനെ തറാവീഹ് നിസ്കാരം ഇതിനകത്ത് നടക്കും. നിങ്ങൾക്ക് എല്ലാവരും കൂടി പോകണം കേട്ടോ. സമയം 8:30 മണി. സഹോദരിമാരെന്ത് ചെയ്യും? ഇവിടെ പുറകിൽ വെക്കാൻ പറ്റുമോ? എല്ലാവരും കൂടെ കൂടി നിങ്ങൾ നിർത്തി നിസ്കരിക്കണം. ഓരോ റൂമില്ലേ നമ്മളങ്ങനെ 5 മാസമായിട്ട് ഇനി ഇവിടെയൊക്കെ ചെയ്തിട്ട് നാട്ടിൽ പോകുമ്പോഴത്തേക്ക് ഇനി ശീത്താനം കാണാൻ പോയി പള്ളിയിൽ പോകണം തോന്നിയാൽ ഹാഫ് അപ്പൊ ഇൻഷാ അല്ലാഹ് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് അപ്പൊ ഇമാമത്തിൽ നിന്നോ ഞങ്ങളൊക്കെ നമസ്കരിച്ചതിന് ശേഷം ഞങ്ങളുടെ നിസ്കാരം കഴിഞ്ഞിട്ട് ആ നിങ്ങൾക്ക് ഇമാമത്തിൽ നിന്നോളൂ. ഇവിടെ തന്നെ അപ്പൊ നമ്മൾ ഇനിയിപ്പോ എന്താ പരിപാടി? അസറിനിപ്പോ വാങ്ങുകൊള്ളു. അസറിന്റെ വാങ്ങുകൊള്ളിക്കും. മഗ്‌രിബിന് നോമ്പ് തുറക്കാൻ എല്ലാവരും ഇവിടെ വരിക. നോമ്പ് തുറന്ന് ഇവിടെ നിന്ന് തന്നെ നോമ്പ് തുറന്ന ഉടനെ ഭക്ഷണം കിട്ടും. ആ ഭക്ഷണം കഴിച്ചിട്ട് അൽഹംദുലില്ലാഹ് താഴെ വന്ന് നമസ്കരിച്ചിട്ട് നേരെ ഇങ്ങോട്ട് പോയിക്കണം. എങ്ങോട്ട് പോകണം? റൂമിൽ. അല്ലെങ്കിൽ പിന്നെ മഗ്‌രിബ് നിസ്കരിക്കാൻ പോകട്ടെ. മഗ്‌രിബ് നിസ്കരിച്ചിട്ട് ഇങ്ങനെ വന്നാൽ മതി. എല്ലാവരും പോയി മഗ്‌രിബ് നിസ്കരിച്ചിട്ട് അപ്പോൾ ഉദു കൊടുക്കാൻ നോമ്പ് കുറിക്കാൻ അവിടെ കിട്ടുമായിരിക്കും. എന്നിട്ട് രാത്രി ഇന്ന് ഇബാദത്തുണ്ടോ? തറാവീഹ് നിസ്കാരം കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം? എല്ലാവരും ഒന്ന് ഹറമിലേക്ക് പോകണം. തറാവീഹ് നിസ്കാരം കഴിഞ്ഞ് എല്ലാവരും പോകുമ്പോൾ നിങ്ങൾ ഇവിടെ പോകണം, ഹറമിൽ പോകണം. ഒന്ന് ഹറമിൽ പോകണം. അവിടെ പോയിട്ട് നമ്മൾ ഇത്രയും നാളും ഇഹ്റാമിലായിരുന്നു. ആണുങ്ങളൊക്കെ ഇഹ്റാമിൽ തുണിയിട്ടുണ്ട് വരുമോ, അല്ലാതെ അവിടെ കേട്ടത്തില്ല. പെണ്ണുങ്ങൾ സാധാരണ നമുക്കൊന്ന് പോയിട്ട് ആ കഅബയുടെ വാതിലൊക്കെ ഒന്ന് തൊടാനൊക്കെ ഒന്ന് നോക്കാം.
അവിടെ പോയി അതിലുള്ള ശ്രദ്ധ നിർത്താൻ പാടില്ല. അല്ലാതെ വന്ന് തൊടുകയും പിടിക്കുകയോ ചെയ്യുക ചെയ്തിട്ടാണ് പോയത്. തത്തീപല്ലേ ഒരുമിച്ച് പോവാം, ഒരുമിച്ച് വരിക. നിങ്ങൾ തിരഞ്ഞു വരാൻ പറ്റത്തില്ല, ഞങ്ങൾക്ക് നാളെ രാവിലെ പരിപാടിയുണ്ട്, അതുകൊണ്ട് ഒരുമിച്ച് പോവാം. തറാവീഹ് നമസ്കാരം കഴിഞ്ഞ് ഇൻഷാ അല്ലാഹ് ഇവിടെ നിന്നിട്ട് നമ്മൾ ഉസ്താദന്മാരുണ്ട്, 3-4 പേരുണ്ട്, അവരുടെ നേതൃത്വത്തിൽ ഒന്ന് പോയി നേരെ പോയ കഴവയിൽ ഒന്ന് തൊട്ട് അവിടെ തൊട്ട് ദുആ ചെയ്ത് ഇൻഷാ അല്ലാഹ് സന്തോഷത്തോടെ വരാം. അല്ലാഹു നമുക്ക് ഭാഗ്യമായി വാങ്ങണല്ലേ പൈസ ആരെ ഏൽപ്പിക്കില്ല, എന്നെ ഏൽപ്പിക്കാൻ എല്ലാവരും. ഞാൻ പിരിക്കാൻ നിൽക്കത്തില്ല, കാരണം ഒരു അവസാനം കമ്പനി നഷ്ടത്തിലേക്ക് പൈസ പിരിച്ച് അവസാനം പോക്കറ്റിൽ നിന്ന് വന്ന പരിപാടി. നമ്മൾ എന്ത് തരാതി നഷ്ടമാകുമ്പോൾ എല്ലാവരും പൈസ കൊണ്ടുവരിക. ഇന്ന് രാത്രി എല്ലാവരും പൈസ കൊണ്ട് തന്നാൽ മതി. പാങ്കുടിക്കണം. البلاوي يا رب، عنا البلاوي يا رب، عنا البلاوي. كل في عيال استرها معانا يا رب، في العيال كل في عيال. اللهم لك الحمد يا رب، اللهم لك الحمد يا رب. ആരാ വരണ്ടോ? എനിക്ക് പോലിട്ടോ സാധാ ഇഷ്ട എനിക്ക് ഒരാളൂടെ വരാണ്ട് വരെ പെണ്ണുങ്ങള്. ആയിക്കോട്ടെ, ഉണ്ട് വരാളാ. ഹലോ, എല്ലാരും എത്തിയില്ലേ? നിങ്ങളെ കൂടെ വരാനുള്ള ആരില്ലല്ലോ. എല്ലാരും അങ്ങോട്ട് വരും. ഇനി അവിടെ ചിലപ്പോ ആരെങ്കിലും നിൽക്കുന്നുണ്ടെങ്കിൽ എല്ലാരും കേൾക്കണ്ട. പോലെ ആയിക്കോട്ടെ. ഇത്രയും നല്ല വീഡിയോ എടുത്ത താങ്കൾക്ക് അപ്പൊ ഇൻഷാല്ലാ നമ്മള് സിയാറത്ത് പോകാൻ വേണ്ടി ഒരുങ്ങാണ്. എല്ലാവരും കേറി വരിട്ടോ, എല്ലാവരും വരി. എല്ലാരും ഇങ്ങോട്ട് നീങ്ങി കേട്ടോ. വയ്യാണ്. മസ്ജിദുൽ ഹറാമിൽ നമ്മൾ കയറിയിട്ടുണ്ട്. കാബ ഉൾപ്പെടെയുള്ള പള്ളി. സുബ്ഹാനല്ലദി അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാമി എന്ന് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ച് ഈ മസ്ജിദുൽ ഹറാമിൽ ഇരിക്കുമ്പോൾ അവിടെ ഇന്നും ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം നബിയെ കൊണ്ടുപോയ ആ സ്ഥലത്ത് ഒരു വട്ടക്കണി കാണാം. ഒരു വട്ടക്കണി. അവിടെ നിന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വണ്ടിയിൽ വിശ്രമിക്കുമ്പോഴാണ് ജിബ്രീൽ അലൈഹി സ്വലാം ബുറാഖ് എന്ന വാഹനപ്പുറത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കയറ്റിയിട്ട് മദീനയിൽ ഒന്ന് സ്റ്റോപ്പ് ചെയ്തു. അവിടെ 2 റക്അത്ത് നിസ്കരിച്ചു. പിന്നെ തൂർ പർവ്വതത്തിൻ്റെ മുകളിൽ കയറി 2 റക്അത്ത് നിസ്കരിച്ചു. പിന്നീട് പാലസ്തീനിലേക്കാണ് പോകുന്നത്.
ഇവിടുന്ന് 2000-ലധികം കിലോമീറ്ററുള്ള പാലസ്തീനിലെ മസ്ജിദുൽ അഖ്സയിൽ പോയി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സർവ്വ പ്രവാചകന്മാർക്ക് ഇമാമായി ഈ പള്ളിയിൽ നിന്നാണ് പോയത്. ഈ പള്ളിയുടെ പ്രത്യേകത 10,000 കോടി റക്അത്തിന്റെ പ്രതിഫലമാണ് ഇതിനുള്ളിൽ നിന്ന് നിസ്കരിച്ചാൽ. മുറ്റത്ത് നമ്മുടെ റൂമിൽ ഇവിടുന്ന് മറ്റുള്ള ഏകദേശം ഹറമിൻ്റെ പരിധികളൊക്കെ 1 ലക്ഷം. ഈ പള്ളിയുടെ ഉള്ളിൽ നിസ്കരിച്ചാൽ 10,000 കോടി പ്രതിഫലം. നോക്കൂ, മസ്ജിദുൽ ഹറാമിൻ്റെ അവ്വൽ സഫ നിങ്ങൾ കണ്ടിട്ടില്ല. ഹാജറ ബീബി റളിയല്ലാഹു അൻഹ സഹി ചെയ്ത അവ്വൽ സഫയിൽ ഇതുവരെ നിങ്ങൾ എന്താക്കിയിട്ടില്ല, കയറിയിട്ടില്ല. അത് ഇവിടുന്ന് നോക്കിയാൽ അതാണ്ട് പോലീസ് അവിടുന്ന് ആ ഹറമിലെ ഉദ്യോഗസ്ഥന്മാർ പണിക്കാരിറങ്ങണത് ആക്സിലേറ്റർ അവിടെ അപ്പുറത്ത് അതിലെങ്ങനെ ഇറങ്ങിയാൽ ഇവിടെ ഒരു ബോർഡ് കാണാം, ബാബുസലാം എന്നാണ്. അതാണ് ബാബുസലാം എന്ന് പറഞ്ഞാൽ ഉംറ ചെയ്യാൻ ഉംറയ്ക്ക് ഇഹ്റാം ചെയ്ത് മസ്ജിദുൽ ഹറാമിലൂടെ കാബയിലേക്ക് പ്രവേശിക്കൽ സുന്നത്തുള്ള വാതിലിൻ്റെ പേരാണെന്ത്? ബാബുസലാം. മദീനയിലൊരു ബാബുസലാമുണ്ട്, മക്കയിലെ ബാബുസലാമാണ് ഈ കാണുന്ന ഈ ഭാഗം. ഈ കാണുന്ന ആളുകളൊക്കെ ഇറങ്ങി വരുന്നതാ. പലപ്പോഴും അത് അടവാണ്, വർക്കും മറ്റൊക്കെ ആയിട്ട് അത് അടവാണ്ടാകുക. ഈ ബാബുസലാമിലൂടെ കടന്നാൽ സുന്നത്ത് കിട്ടും. റസൂലുള്ള വീട്ടിൽ നിന്ന് ഈ പള്ളിയിലേക്ക് കയറാറുള്ളത് ബാബുസലാം. മറ്റൊന്ന് ഇവിടെ ബവാബത്തു അലി ഗേറ്റ് എന്ന് പറഞ്ഞിട്ടൊരു വാതിൽ ഇവിടെ ഉണ്ടോ? ഈ ഒരു പച്ച ഓടക്കട്ടെ. പിന്നെ റസൂലിൻ്റെ ഒരു വാതിലുണ്ട് ഇപ്പുറത്ത്, ബവാബത്തു നബി എന്ന് പറയുന്നത്. ഈ മസ്ജിദുൽ ഹറാമിൻ്റെ അവ്വൽ സഫയാണ് ഇറങ്ങിയാൽ കാണുന്നത്. അവിടെ നമുക്ക് സൈ ഇല്ല, കുറേ കാലം ഉണ്ടായിരുന്നു, ഇപ്പോൾ സൈ. അവിടെയാണ് സഫ മറുവയുടെ സ്റ്റാർട്ടിങ് പോയിന്റ്. നമ്മൾ സാധാരണ ചെയ്യുന്ന അതിൻ്റെ സാനിയാണ്, സെക്കൻഡ് ഫ്ലോറാണ്. ഇനി അതിൻ്റെ മേലെ ചിലപ്പോൾ നമ്മൾ ഇന്നലൊക്കെ അവിടെ ക്ലീനിങ്ങിന് വേണ്ടി വന്നപ്പോൾ മുകളിലേക്ക് കൊണ്ടുവന്നു. അതാണിത്, അതിൻ്റെ മുകളിലാണ്. അങ്ങനെ 3-4 തട്ടായിട്ടാണ് ഹറമിൻ്റെ പള്ളിയിൽ സൈൻ്റെ മക്കാമുള്ളത്. സൈൻ്റെ മക്കാമിൽ ആർക്ക് പോയും ഇരിക്കാം, അവിടെ ശുദ്ധി വിഷയമില്ല. അശുദ്ധിയുള്ള സ്ത്രീകൾക്ക് പോലും അവിടെ പോയിരിക്കാം. സൈ നടക്കുന്ന ഏതെങ്കിലും ഭാഗത്ത് പോയി. ഒരു മെൻസസ് ഉള്ള പെണ്ണ് ഉംറയ്ക്ക് വന്നു, അവൾ റൂമിൽ തന്നെ അടിച്ചൊതുക്കി അവിടെ നിർത്തേണ്ട ആവശ്യം അറിയുന്ന ഉസ്താദുമാരെ മനസ്സിലായോ? ഈ സഫയിൽ നിന്ന് തുടങ്ങി മറുവയിൽ അവസാനിക്കുമ്പോഴാണ് സൈ 1 ആവുന്നത്. ആ മറുവ ഗേറ്റിലൂടെ ഇറങ്ങിക്കഴിഞ്ഞാൽ അത് അവിടെ ആളുകൾ കയറുന്ന ആ പാലല്ലേ, ആ പാലത്തിൻ്റെ ചുവട്ടിൽ ആദരവായ റസൂലുള്ളാഹിൻ്റെ പ്രിയപ്പെട്ട പത്നിയാകുന്ന ബീവി ഖദീജ റളിയല്ലാഹു അൻഹക്ക് ഒരു വീടുണ്ടായിരുന്നു. അവിടെ വിശുദ്ധമായ ഖുർആനിലെ 82ഓളം സൂക്തങ്ങൾ ഇറങ്ങിയ സ്ഥലമാണ്. 80 പിന്നീട് അതൊക്കെ ആദരവായ റസൂലുമായി ബന്ധപ്പെട്ട ഒരുപാട് ആധാറുകൾ, ഒരുപാട് പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു. അതൊക്കെ എന്തായി പോയിട്ടുണ്ട്, ഒളിച്ച് നീക്കം ചെയ്തു. നോക്കൂ, ആ ഗ്രില്ല് കാണുന്ന വലിയ ഗ്രില്ല് കാണില്ല, ആ കറുത്ത ഗ്രില്ല്, അത് വലിയൊരു ബാത്റൂമാണ്. ലോകത്തെ നമ്പർ 1 ബാത്റൂം എന്നൊക്കെ പറയാം, ലോകത്തെ ഏറ്റവും വലിയ ബാത്റൂം എന്ന് പറയാം. അതായത് അവിടെയായിരുന്നു ബൈത്തു അബൂജഹൽ ലഅനത്തുല്ലാഹി അലൈഹി. അബൂജഹലിൻ്റെ വീട് ഇന്ന് ബാത്റൂമാണ്. അബൂജഹലിൻ്റെ വീട് ലോകത്തിൻ്റെ നേതാവായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീട് ഇന്ന് ലൈബ്രറിയാണ്. അതൊക്കെ നമുക്കൊന്ന് കാണാൻ പോകണം. ഇത് ഹറമിൽ ഇവിടെ ഒരു എന്തുണ്ടായിരുന്നു, ഹറമിൻ്റെ വർക്ക് നടക്കുന്ന ട്രെയിൻ, അതൊന്നും ഇപ്പോൾ പരിസരത്തൊക്കെ പോയിട്ടുണ്ട്. വർക്ക് ഏകദേശം റമദാനുമായി ബന്ധപ്പെട്ടതായിരുന്നു എത്തിയിട്ടുണ്ട്. അവിടെ വലിയ ക്രെയിനുകളുണ്ടാവും. ആ ക്രെയിനിൽ ഒരു ഹജ്ജിൻ്റെ സമയത്ത് ഒരു ക്രെയിൻ പൊട്ടിയിട്ട് മത്വാഫിലേക്ക് പോകും. അവിടെ ആ തവാഫ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഫാമിലി നമ്മളെ മലബാറിൽ പാലക്കാടിൽ മുഅ്മിന എന്ന് പറയുന്ന ഒരു പെണ്ണിൻ്റെ തലേക്കാണ് ആ ക്രെയിൻ പൊട്ടിക്കുന്നത്. അവൾ ആ ഹറമിൻ്റെ മണ്ണിൽ നിന്ന് പോലീസ് ഉദ്യോഗസ്ഥന്മാരോട് മരണവെപ്രാളത്തിൽ വിളിച്ചു പറഞ്ഞത് വെള്ളം കൊണ്ടുവരും, സംസം കൊണ്ടുവരുമെന്നാണ്. എന്നിട്ട് കലിമ ചൊല്ലിയിട്ട് മരിച്ച മുഅ്മിനയെ നേരെ ഹറമിൽ നിന്ന് നിസ്കരിച്ച് കൊണ്ടുപോയി മറവ് ചെയ്തത് ജന്നത്തുൽ മുഅല്ലയിലാണ്. ഇവിടുത്തെ ഫഹദ് രാജാവിന് പോലും കടക്കാൻ ഇവിടെ കഴിഞ്ഞിട്ടില്ല, ഖദീജ ബീവിൻ്റെ ചാരത്ത് കടക്കാൻ കഴിഞ്ഞിട്ടില്ല. നോക്കൂ, ഇത് ജബൽ അബി ഖുബൈസ് മലയുടെ സ്റ്റാർട്ടിംഗ് പോയിന്റാണ്. ജബൽ അബി ഖുബൈസ് മല എന്ന് പറഞ്ഞാൽ സയ്യിദുന ഇബ്രാഹിം നബി അലൈഹിസ്സലാം നമ്മെ ഹജ്ജിന് വേണ്ടി ഉംറയ്ക്ക് വേണ്ടി വിളിച്ചത് ഈ പർവ്വതത്തിന് മുകളിൽ. ഈ പർവ്വതം ഇന്ന് ഇത് കൊട്ടാരമാണ്. ഈ കാണുന്നത് എന്താണ്? കൊട്ടാരം. നമ്മളെ ആ റോഡ് കൊട്ടാര റോഡാണ്. നമ്മളെ ഹോട്ടലിലേക്കുള്ള റോഡ് കൊട്ടാരം. നടന്നോട് ആ ഹോട്ടലിലേക്ക് നമ്മളവിടെ ഹറമിലെ പ്രധാനപ്പെട്ട പള്ളി നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇൻഷാ അല്ലാ ഹറമിനോട് ജോയിൻ ചെയ്യുന്ന ഒരുപാട് ബിൽഡിങ്ങുകളാണ് ആ പോകുന്നത്. ഒക്കെ ഹറമാണ്, പുതിയ ഹറം എന്ന് പറയും.
പുതിയ ഹറം പിന്നെ അങ്ങോട്ട് 1 കിലോമീറ്ററോളം പോയി, ബാക്കോട്ട് അങ്ങോട്ടും. അതൊക്കെ ഒരു രാജകീയമായ രീതിയിൽ സംവിധാനിച്ചതാണ്. പണ്ടത്തെ ഹറമിൻ്റെ രൂപത്തിലല്ല ഇപ്പോൾ, മദീന മോഡലാണ്. ഉള്ളിലൊക്കെ നല്ല ലൈറ്റുകളൊക്കെ പിടിപ്പിച്ചിട്ടുള്ള ഹറമാണ് പുതിയത് രൂപപ്പെടുന്നത്. ഇതാണ് ജബൽ അബി ഖുബൈസ് മലൻ്റെ മുകളിൽ പാലസ് കണ്ടല്ലോ, ഇത് ജബൽ അബി ഖുബൈസ് മല. അത് മാത്രമല്ല, ഇതൊക്കെ ജബൽ അബി ഖുബൈസ്. ഇത് ഏതാണ്? ജബൽ അബി ഖുബൈസ്. ഈ മലയുടെ മുകളിൽ നിന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാം വാദ്യൻ ഫിന്നാസി ബിൽ ഹജ്ജ് യഅ്തൂക റിജാലൻ വഅലാ കുല്ലി ളാമിരി യഅ്തീന മിൻ കുല്ലി ഫജ്ജിൻ അമീഖ്, നമ്മളെ വിളിച്ചത്. ആ വിളിക്ക് ഉത്തരം കൊടുത്ത ആളുകൾക്കൊക്കെ, ആ വിളി കേട്ട ആളുകൾക്കൊക്കെ ഹജ്ജിന് വരാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ഈ മലയുടെ ഒരു ഭാഗത്താണ് സയ്യിദുന അബുൽ ബഷർ ആദം അലൈഹിസ്സലാം കിടക്കുന്നത്. ആദം നബിന്റെ ഖബർ മക്കയിലാണ് എന്ന് പറയപ്പെടുന്നുണ്ട്. അതെവിടെ? നമ്മളിപ്പോൾ നമ്മുടെ നാട്ടിൽ ആദം നബിന്റെ എന്തേ കണ്ടിട്ടുള്ളൂ? കാൽപാദം. എവിടെയാണ് ആ കാൽപാദം? ഓർമ്മണ്ടോ? പാറപ്പള്ളി പോയാലൊക്കെ അല്ലേ അവിടെ. അപ്പൊ ആ ആദം നബി അലൈഹിസ്സലാം എവിടെയാണ് കിടക്കുന്നത്? മക്കയിലാണ് എന്ന് പറയപ്പെടുന്നു. അതും ജബൽ അബി ഖുബൈസ്. നൂഹ് നബി അലൈഹിസ്സലാമിന്റെ കാലത്ത് വെള്ളപ്പൊക്കം ഉണ്ടായി, പരിശുദ്ധ കഅബാലയം എന്തായി? തകർന്നു പോയി. ആ കൂട്ടത്തിൽ ഹജറുൽ അസ്വദും നിലംപൊത്തി. ആ ഹജറുൽ അസ്വദിനെ അല്ലാഹു തആല പിന്നീട് കൊണ്ടുവന്ന് സംരക്ഷിച്ചത് ഈ മലയുടെ മുകളിലാണ്. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം പിന്നീട് കഅബ പുനർനിർമ്മിച്ചു. ആ സമയത്ത് ഹജർ ഇവിടെ നിന്ന് കരയുകയാണ്. ഹജറുൽ അസ്വദ് ഇവിടെ നിന്ന് കരയുകയാണ്. ഓ ഇബ്രാഹിം, ഇതൊരു അമാനത്താണ്. ഈ ഉത്തരവാദിത്തം നിങ്ങൾ ഏറ്റെടുക്കണം. എന്നെ നിങ്ങൾ ഇവിടെ ഉപേക്ഷിച്ച് പോകരുത്. എന്നെ തൽസ്ഥാനത്ത് കൊണ്ടുപോയി സ്ഥാപിക്കണമെന്ന് മഹാനായ സയ്യിദുന ഇബ്രാഹിം അലൈഹിസ്സലാമിനോട് ഹജറുൽ അസ്വദ് അല്ലാഹു തആല സംരക്ഷിച്ചത് ഈ മലയുടെ മുകളിലാണ്. മാത്രമല്ല, ഈ മലയുടെ മുകളിൽ പണ്ട് ഹാറൂൺ റഷീദിന്റെ കാലത്ത് ഒരു പള്ളി പോലും ഉണ്ടായിരുന്നു. മസ്ജിദ് ബിലാൽ എന്നാണ് ആ പള്ളിയുടെ പേര്. ഒരുപാട് ചരിത്രമുള്ള മലയാണ് ജബൽ അബി. അള്ളാഹുവിന്റെ ഹബീബ് സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ശത്രുക്കൾ ചോദിച്ചു, മുഹമ്മദ് നബിയെ ഞങ്ങൾ പ്രവാചകനാണെന്നതിന് എന്താണ് തെളിവ്? ഏത് തെളിവ് കൊടുത്താലും അംഗീകരിക്കൂല. ഒരു പ്രധാനപ്പെട്ട തെളിവ് കാണിച്ചു തരണം. പ്രവാചകനാണ്, പ്രവാചകത്വം തെളിയിക്കുന്ന ഒരു തെളിവ് ഹാജരാക്കണമെന്ന് പറഞ്ഞപ്പോൾ ഇവിടെയുള്ള എല്ലാ നിഷേധികളെയും ഹബീബായ തങ്ങൾ ഈ മലൻ്റെ ചോട്ടിലേക്കാണ് വിളിച്ചു. എന്നിട്ട് ഒരു ഹബീബായ തങ്ങൾ ആ മലൻ്റെ മുകളിൽ കയറി. എന്നിട്ട് നോക്കൂ നിങ്ങൾ ചന്ദ്രനെ, ആ ചന്ദ്രനെ 2 കഷ്ണമാക്കി. ചന്ദ്രനെ പിളർത്തി കാണിച്ചത് എവിടെ വെച്ചുകൊണ്ടാണ്? ആ രംഗം നമ്മുടെ നാട്ടിൽ നിന്ന് നോക്കിക്കാണുകയാണ് കൊടുങ്ങല്ലൂരിലുള്ള ചേരമാൻ പെരുമാൾ അല്ലേ? നമ്മുടെ നാട്ടിലെ സാമൂതിരി എന്ന് പറയുന്ന രാജാവ് അങ്ങനെ എന്ത് ചെയ്തു? റസൂലുള്ള ഈ കാണിക്കുന്ന മുഅ്ജിസത്ത് നേരിൽ കണ്ടു. അങ്ങനെ അദ്ദേഹത്തിന് എന്തെന്ന് തോന്നി? ഈ പ്രവാചകനെ കാണണം. അങ്ങനെ നാട്ടിൽ നിന്നൊരു സംഘം ആളുകളെയുമായി ഒരു വലിയ കുപ്പിയിൽ ഇഞ്ചി, പ്രത്യേകമായി നമ്മുടെ നാട്ടിൽ ഏലം, ഇഞ്ചി, കുരുമുളക് പോലെയുള്ള സാധനം കൊണ്ടൊരു നല്ല ജാമുണ്ടാക്കിയിട്ട് നബി തങ്ങൾക്ക് ഹദിയ കൊടുക്കാൻ വേണ്ടി കപ്പലിൽ ചേരമാൻ പെരുമാൾ യാത്ര ചെയ്തു.